ഇടുക്കി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ നൽകിയ ഉറപ്പുകൾ പാഴായി. ഒരു വർഷം മുൻപ് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ പുതിയ നഴ്സിംഗ് കോളേജ് കെട്ടിടവും ഹോസ്റ്റലും ഉൾപ്പെടെ സജ്ജമാക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. മൂന്നാം വർഷ വിദ്യാർത്ഥികൾ കൂടി എത്തുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകും. 2 വർഷം മുമ്പ് തുടങ്ങിയ ഇടുക്കി നഴ്സിംഗ് കോളേജിൽ 120 വിദ്യാർത്ഥികളുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക കെട്ടിടത്തിൽ ഒരുക്കിയ ക്ലാസ് മുറികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ചെറുതോണി ഡാമിന് സമീപമുള്ള വിദ്യാധിരാജ സ്കൂളിലെ ക്ലാസ് മുറികളാണ് 94 വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ. ഈ ദുരവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥിനികൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ കളക്ടറും അന്ന് പ്രശ്നപരിഹാരം ഉറപ്പ് നൽകി. പൈനാവിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഴയ ഹോസ്റ്റൽ സജ്ജമാക്കി നൽകുമെന്ന ആ ഉറപ്പ് 1 വർഷം കഴിഞ്ഞിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. കൃത്യം 1 വർഷം മുന്നേ ഒരു സ്ട്രൈക്ക് നടത്തിയിരുന്നു, സൂചനാ സമരം നടത്തിയിരുന്നു. ഞങ്ങൾ ഇത് ഒന്നും തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാലത്തിലേക്ക് പോകുമെന്നും പറഞ്ഞൊരു സമരം നടത്തിയിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് കുറേ മീറ്റിങ്ങുകൾ കൂടുകയും ഹോസ്റ്റൽ ഉടൻ തന്നെ ഞങ്ങൾ മാറ്റാം, ഹോസ്റ്റലിലേക്ക് ഗവൺമെൻറ്റിൻ്റെ കോളേജിൻ്റെ ഇത് പണിയുന്നത് വരെ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതത്തിലുള്ള വേറൊരു ഹോസ്റ്റലിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇന്നിപ്പോൾ 1 വർഷമായി. ഇപ്പം 1 മാസം കൂടി കഴിഞ്ഞ് 1 വർഷമാവും. എന്നിട്ടും അതിനിതുവരെ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ആൺകുട്ടികൾക്ക് പേരിന് പോലും ഹോസ്റ്റലില്ല. ഞങ്ങൾക്ക് ഹോസ്റ്റലില്ല. ഞങ്ങളെല്ലാവരും പ്രൈവറ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കണം. ഞങ്ങളിപ്പോൾ 2 ബാച്ച് വന്നു. 2 ബാച്ചിലെ സ്റ്റുഡൻസും പല സ്ഥലത്തും പല രീതിയിൽ മാറി നിൽക്കുക എന്നല്ലാതെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് പോവുക, അതും പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് എവിടെ നിന്ന് ലാഭം കിട്ടണം അങ്ങനെ രീതിയിൽ പോവുക. നഴ്സിംഗ് വിദ്യാർത്ഥികളെ പറഞ്ഞു പറ്റിക്കുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ജില്ലാ അദാലത്ത് നടന്ന സമയത്ത് മിനിസ്റ്റർ നമ്മളോട് ഈ പാറേമാവിലെ ഹോസ്റ്റൽ ഇങ്ങോട്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ കുട്ടികളെ ദയവ് നിങ്ങൾ സമരത്തിന് ഇറക്കരുത്, എനിക്കത് പ്രശ്നമാകും. ഇടുക്കിക്ക് ഒരു മിനിസ്റ്റർ ഉണ്ടായിട്ടാണ് ഈ അവസ്ഥ. അപ്പം കുട്ടികളെ ഇറക്കല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികളെ സമരത്തിലേക്ക് ഇറക്കാഞ്ഞത്. വെറും പാഴ്വാക്കാം. അത് ഏത് വേദികളിലും തുറന്നു പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയില്ല, ഒരു പേടിയുമില്ല. പുതിയ ബാച്ചിൽ 60 വിദ്യാർത്ഥികൾ കൂടി എത്തുമ്പോൾ സ്ഥിതി ഇതിലും മോശമാകും. 3-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.